ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ അനുഗ്രഹീതമായ ഉപവാസ പ്രാർത്ഥന 4ാമത്തെ പകൽക്കാലത്തിനായി സ്തോത്രം. ഉപസിക്കുവാനും പ്രാർത്ഥിക്കുവാനും നീ കൃപ നിറയുവാനും നിന്റെ ജനത്തെ നീ തുടർന്നുള്ള ദിവസങ്ങൾക്കായി ശുശ്രൂഷകൾക്കായി പകൽക്കാലം കൂടപ്പെട്ട ജനത്തെ അവിടുത്തെ കരങ്ങളിൽ കൈമാറുക. അങ്ങയുടെ ആലോചന, അങ്ങയുടെ ദുരിത പ്രകാരം ഈ നിന്റെ മക്കളുടെ ഹൃദയത്തിൽ നൽകി അങ്ങ് നിന്റെ മക്കളെ അനുഗ്രഹിച്ചു ആത്മനിറവോട് അയക്കേണ്ടതിന് ദൈവത്തിന്റെ കരപ്പുകളുടെ മേൽ ചലിക്കുമാറാണ്. ഈ പകൽക്കാലം അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന ദൈവമാകുന്നത് കൊണ്ട് ഈ ദേശത്ത് ശുശ്രൂഷിക്കുന്ന അവരുടെ ഭക്തനായി ഉയർത്തുന്നു. ബഹുത്തമം എടുത്തിരിക്കാതെ ഏഴെയും പൂർണ്ണമായി താഴ്ത്തുന്നു. യേശു ക്രിസ്തു മൂലം യാചിക്കുന്നു. പിതാവ് കൈക്കൊള്ളുമാറാകണമേ. ഇവിടെ വിശുദ്ധാകരങ്ങളെ ഉയർത്തി കർത്താവിന്റെ തിരുവിട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനായി അവൻ അപ്പോസ്തലനാകുന്ന പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം, പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വേദഭാഗം നമുക്ക് വായിക്കാം. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുയേശുവിനെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതുവരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസം ആകേണ്ടതിന് ആത്മാവിനാൽ ആ വാക്യം ഒരിക്കലും വായിക്കാമോ? നിങ്ങൾക്ക് എല്ലാവരും ചേർന്ന് വായിക്കാമോ? യേശു ക്രിസ്തുവിൽ നിങ്ങളെയും സർവശക്തനായ ദൈവത്തിന്റെ നിവാസം ആകേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ ഒന്നിച്ച് പണിതു. നമ്മളെ പണിയുന്ന ദൈവാത്മാവിന് മഹത്വം കരേറ്റുക. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയൊക്കെ വലുതാണ്. അപ്പോസ്തലനാകുന്ന പൗലോസ് കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 12-ാം അധ്യായം 4, 5, 6 വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കൃപാവരങ്ങൾ, ശുശ്രൂഷ, വീര്യപ്രവൃത്തി, ഈ 3 വാക്യങ്ങൾ അങ്ങനെ കാണുന്നത്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒരുവൻ. ആമേൻ, സ്തോത്രം. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. ആമേൻ, സ്തോത്രം. അതിനുശേഷം വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. ആമേൻ. എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ വാക്യം ഞാൻ 3-ാമത്തെ പറഞ്ഞ ആ ഭാഗം തൊടാൻ ആഗ്രഹിക്കുന്നു. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ നാടുകളിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന അഭിഷക്തന്മാരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഒരു സാധാ പ്രവൃത്തി കാലയളവിൽ നടന്നു കഴിഞ്ഞു. ഇനിയും സാധാ പ്രവൃത്തി കൊണ്ട് ഇവിടെ ഒന്നും നടക്കത്തില്ല. ദൈവത്തിന്റെ വീര്യപ്രവർത്തികൾ ചെയ്യുവാനായി സർവശക്തനായ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കതിന്റെ അന്തരംഗത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ചെയ്യുവാൻ മതിയായ ദൈവമാണ്. വീര്യപ്രവൃത്തി എന്ത് എന്ന് ചോദിച്ചാൽ പലർക്കും അത് അറിയാൻ കഴിയത്തില്ല. ആമേൻ. ഒരിക്കൽ ദൈവത്തിന്റെ ഭക്തനാകുന്ന ഏലീശയുടെ അടുക്കൽ, ആമേൻ, സ്തോത്രം, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി വളരെ ഭാരത്തോടെ ഏലീശയെ, ആമേൻ, സ്തോത്രം, സന്ദർശിച്ചു. അവിടെ വിഷയം, അവിടെ തലമുറയുടെ വിഷയമാണ്. നമുക്കുമുണ്ട് തലമുറയുടെ പല വിഷയങ്ങൾ. ഈ തലമുറയുടെ വിഷയം അവിടെ മക്കളെ കടക്കാർ പിടിച്ചു കൊണ്ടുപോകും എന്നതാ സംഭവം. എന്നാൽ ഏലീശ പ്രവാചകൻ അവളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ പക്കൽ എന്തോ ഉണ്ട്? സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ചോദിച്ചേനെ, ആമേൻ, പാസ്റ്റർ എടുത്തി എന്ന് പറഞ്ഞാൽ കിട്ടുമെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോ ഇങ്ങോട്ട് ചോദിക്കാൻ നമ്മുടെ വല്ലോ സത്യമല്ലയോ? സ്തോത്രം. നമ്മുടെ ഏലീശ പ്രവാചകൻ എന്നാ ചോദിച്ചത്? നിന്റെ പക്കൽ എന്തോ ഉണ്ട്. സ്തോത്രം. പക്ഷെ അവൾ ഉള്ളത് തുറന്നു പറഞ്ഞു. ഇന്ന് പലരും ഉള്ളത് പറയത്തില്ല. ഉള്ളതങ്ങ് പറഞ്ഞു. എന്റെ പക്കൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. സ്തോത്രം. ഈ ഒരു ഭരണി എണ്ണ എന്നൊക്കെ പറയുമ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന വാങ്ങാപ്പറഞ്ഞ പോലത്തെ വെറുതെയൊന്നുമല്ല.
ഒരു കൊച്ചു ബോട്ടിലാണ്. സ്തോത്രം. അപ്പൊ നമ്മുടെ ആലലിയ സ്തോത്രം ശേഷിക്കുന്നത് ഒരല്പം മാത്രമേ ഉള്ളേലും നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ഭൃത്യൻ പറഞ്ഞു, ആമൻ പക്കൽ ആമൻ ഒരു കൊച്ചു ഒരു ഭരണി എണ്ണേ ഉള്ളൂ, മതി. മതി. സ്തോത്രം. ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. നിന്റെ പക്കൽ 5 അപ്പമേ ഉള്ളോ, മതി. നിന്റെ പക്കൽ അല്പമേ ഉള്ളോ, മതി. ആ അല്പത്തിൽ നിന്നൊരു അത്ഭുതം ഉണ്ടാക്കുക. ആ അല്പത്തിൽ നിന്നൊരു അത്ഭുതം പ്രവർത്തിപ്പാൻ ആമേൻ അത്യുന്നതനായ ദൈവം ശക്തനാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവന്റെ വീര്യപ്രവർത്തികൾ നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് എലീശ പറഞ്ഞത്? നീ നിന്റെ ഭവനത്തിൽ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് അയൽവാസികളിൽ നിന്നൊക്കെ നീ പാത്രങ്ങൾ കടം വാങ്ങണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നീയും നിന്റെ മക്കളും കൂടെ പുരയ്ക്കകത്ത് കയറി സ്തോത്രം മക്കൾ പാത്രങ്ങൾ വെച്ചു കൊടുക്കുകയും നീ അതിലേക്ക് പകരുകയും ചെയ്യണം. കർത്താവിൽ ആഗ്രഹിക്കുന്നു ഒരു പകർച്ചയുടെ പകലായി മാറാൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളുടെ മേൽ പകരുവാൻ മതിയായ ദൈവമാണ്. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ വലിയവനാണ്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒന്നാം ലേഖനത്തിൽ 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ ഞങ്ങൾ വെറും മനുഷ്യവചനങ്ങളെ പ്രഖ്യാപിക്കുന്നവരല്ല, വശീകരണ വാക്കുകളല്ല, മറിച്ച് ഞങ്ങളുടെ വചനം ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനശാലയാണ്. പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കട്ടെ. നീ ആത്മാവിന്റെയും ശക്തിയുടെയും ഒരു പ്രദർശനശാലയായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയ ഒരു പ്രദർശനശാലയായി പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം തീർക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്മേലുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. വെറും വചനമായിട്ടല്ല, നാളുകളായി അനേക ഭൃത്യന്മാർ വചനവുമായി നടന്നു നീങ്ങിക്കഴിഞ്ഞു. വിവിധ ഇടങ്ങളിൽ വചനം എത്തിക്കഴിഞ്ഞു. വിവിധ മാധ്യമങ്ങളിലൂടെ മീഡിയകളിലൂടെ വിവിധ സ്ഥലങ്ങളിൽ എത്തി. ഇനിയും നമുക്ക് ആവശ്യം വചനം മാത്രമല്ല, ശക്തിയുടെ ഒരു ദൈവമക്കൾക്ക് തിരിച്ചറിയാൻ കഴിയും. ശക്തിയുടെ പ്രദർശനമായി തീരാൻ പ്രദർശനമായി തീരാൻ പ്രദർശനം വെളിപ്പെടാൻ വിശ്വസിക്കാൻ കഴിയുന്നവർ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളൊരു നിസ്സാര വ്യക്തികളൊന്നുമല്ല. ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനശാലയായി സമൂഹത്തിന്റെ നടുവിൽ വെളിപ്പെടുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ട എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ടും ശുശ്രൂഷ കൊണ്ടും അർത്ഥമില്ല. പ്രവാചകൻ ഇത്രയേ പറഞ്ഞുള്ളൂ, നീ വീട്ടിൽ ചെന്ന് പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. നീ വീട്ടിൽ ചെന്ന് ദൈവത്തിന് സ്തോത്രം എന്ത് ചെയ്യണം? അയൽക്കാരോടൊക്കെ വെറും പാത്രങ്ങൾ കടം വാങ്ങി സ്തോത്രം നീയും നിന്റെ മക്കളെ ഇവിടെ പുരക്കകത്ത് കയറി ദൈവത്തിന് സ്തോത്രം കഥ അടച്ച് മക്കള് പാത്രങ്ങളെ കൊണ്ട് വെച്ചു കൊടുക്കണം. അവൻ നീ അതിനകത്തോട്ട് പകരണം. ആ കൊച്ചുകുപ്പിയിലെ എണ്ണ മതി, ആ കൊച്ചുകുപ്പിയിലെ എണ്ണ മതി. നിങ്ങളെ വിളിച്ചത് പകരാനാണ്. നമുക്ക് പലപ്പോഴും അത് അറിയാതിരിക്കുകയാണ്. ആരെങ്കിലും വന്ന് പകരണമേ എന്നും പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നത് അല്ല. ഇത്
ദിവസങ്ങളിൽ അനേകർക്ക് പകർന്നു കൊടുക്കാനുള്ളത് കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ ഈ സഭയുടെ മുഖച്ഛായ മാറ്റാൻ പോകുന്നു. അവൻ തിരിച്ചറിയുവാൻ കഴിവുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? അവർ വെച്ചു, അവൻ മക്കൾ പാത്രങ്ങൾ വെച്ചു കൊടുത്തു. ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ ആ ദാസന്റെ ആലോചന പ്രകാരം ആ മാതാവ് അങ്ങോട്ട് പകരാൻ തുടങ്ങി. ഒന്നാമതായി പറയട്ടെ, നിന്റെ തലമുറകളുടെ മേൽ ഒരു പകർച്ച വരണം. വിളിച്ചു പറയുകയാണ്, ആമേൻ, നിന്റെ വായിൽ തന്ന എന്റെ വചനവും നിന്റെ മേലുള്ള എന്റെ ആത്മാവും, ദൈവത്തിന്റെ അധരങ്ങളിൽ തന്ന ദൈവത്തിന്റെ വചനവും, അവൻ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവും, അവൻ നിന്നിൽ നിന്നും നിന്റെ മക്കളിലേക്കും മക്കളുടെ മക്കളിലേക്കും പകരാവുന്ന പകരാനുള്ള അഭിഷക്തനായി അവൻ കർത്താവിൽ ആമേൻ ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്നലെ എന്റെ മകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡാഡിയുടെ യാത്രയ്ക്ക് ചില പ്രതികൂലങ്ങളുണ്ട്, നന്നായി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, നീ എന്തോ കണ്ടു? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാഡിയുടെ യാത്രയിൽ ചില പ്രതികൂലങ്ങൾ കണ്ടു. അപ്പൊ നമ്മുടെ തലമുറകൾ വെളിപ്പാടുള്ളവരായി മാറണം. ദൈവത്തിന് സ്തോത്രം. എന്റെ മൂത്ത മകൻ ബിബിൻ എന്നാണ് പേര്. ആമേൻ സ്തോത്രം. ചിറ്റാറിലെ ചർച്ചിൽ അനുഗ്രഹിതമായ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നു. 19 വയസ്സേ ഉള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. നല്ലവണ്ണം കീബോർഡ് വായിക്കും. അവൻ ഇളയ മകൻ അവൻ ബോവസ് എന്നാണ് പേര്. അവൻ 17 വയസ്സേ ഉള്ളൂ. ആമീൻ സ്തോത്രം. പല ചർച്ചകളിലും പോയി ആമീൻ സ്തോത്രം ഓടി നടന്ന പുള്ളിയുടെ ശുശ്രൂഷ ഉറപ്പിനെ പറ്റത്തില്ല. ആമേൻ നല്ലവണ്ണം ഗിറ്റാർ വായിക്കും. നിഗ്രഹമായ നിലയിൽ ഗാനങ്ങൾ ആലപിക്കും. ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ മേൽ പകർന്ന എന്റെ വചനം വാഗ്ദത്തം മാറിപ്പോകത്തില്ല. വാഗ്ദത്തം മാറിപ്പോകത്തില്ല. വാഗ്ദത്തത്തെ വിശ്വസിക്കുന്ന നമ്മൾ ഈ കാലങ്ങളിൽ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് തിരിച്ചറിവുള്ളവരായിരിക്കണം. എന്താണ് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കേണ്ടുന്നത്? ആമേൻ ദൈവത്തിന്റെ വചനത്തിൽ അപ്പോസ്തലനായ ആമേൻ സ്തോത്രം ലൂക്കോസ് പ്രകാരം എഴുതപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ അതിന്റെ 39-ാമത്തെ വാക്യം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം. ആമേൻ സ്തോത്രം. വാഗ്ദത്തം ബ്രദർ ഇങ്ങോട്ട് നോക്ക്. ആമേൻ ഇനി ശ്രദ്ധിച്ചാൽ മതി മക്കളെ. വാഗ്ദത്തം സിസ്റ്ററെ നിനക്കുള്ളതാണ്. വാഗ്ദത്തം നിനക്കുള്ളതാണ് ബ്രദർ. വാഗ്ദത്തം നിന്നോടാണ്. മക്കളിൽ ഏറ്റവും പകർന്നെന്ന് പറഞ്ഞിരിക്കാതെ എന്നിലോട്ട് പകരാൻ പറ. എന്നിലോട്ട് പകരാൻ പറ. നിന്നൊരു പകർച്ച ഉണ്ടാവട്ടെ. വാഗ്ദത്തം നിന്റെ മേലാണ്. ഈ കാലങ്ങളെ മാറ്റിമറിക്കുവാൻ ലോക ചരിത്രത്തിന് വ്യത്യാസം വരുത്തുവാൻ എന്റെ അരിമനാഥന് കഴിഞ്ഞെങ്കിൽ അവന്റെ തലമുറയാണ് നമ്മൾ. വിശ്വാസമുണ്ട്. ചരിത്രം കണ്ടിട്ടുള്ള ചരിത്ര പുരുഷന്മാരെ കുറിച്ച് എന്റെ യേശു മാത്രമേ ചരിത്രത്തെ രണ്ടായി തിരിച്ചിട്ടുള്ളൂ. അവന്റെ മക്കളാണ് നമ്മൾ.
സ്തോത്രം. പത്രോസിനെയൊക്കെ കണ്ടിട്ട് പുരോഹിതന്മാർ പറയുന്നത് ഇവരാരാണ്? ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവോ? വിദ്യാഭ്യാസമില്ല, അറിവില്ല, സാമാന്യമായ യാതൊരു കഴിവുകളുമില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം ഇതിനെ പറയട്ടെ, അവരെ കണ്ടപ്പോൾ പറഞ്ഞു ഇവർ ലോകത്തെ മറിക്കുന്നവ, ചരിത്രം സൃഷ്ടിക്കുന്നവ. ദൈവത്തിന് സ്തോത്രം. അവർക്ക് ആഗ്രഹമുണ്ട് പിന്നീട് ഒരു ചരിത്രം സൃഷ്ടിക്കപ്പെടാൻ പരിശുദ്ധത്തോട് ചെയ്യാൻ പോകുകയാണ്. ഒരു പകർച്ചയാണ് ഇന്ന് പകരുന്നത്. വിധവയെ തരുക, അതിനുള്ള തലമുറകളിലേക്ക് പകരുക. സ്വർഗ്ഗം ആഗ്രഹിക്കുന്നു. കൊണ്ട് പ്രസംഗിക്കുകയാണ്. വാഗ്ദത്തം നിങ്ങൾക്കും, രണ്ട് നിങ്ങളുടെ മക്കൾക്കും. പ്രവാചകൻ യെശയ്യാ വിളിച്ചു പറഞ്ഞു, എന്റെ വായിൽ തന്ന, നിന്റെ വായിൽ തന്ന എന്റെ വചനവും നിന്റെ മേൽ പകർന്ന എന്റെ ആത്മാവും നിന്നിൽ നിന്നും നിന്റെ മക്കളിലേക്ക്. ഇത് പ്രവചനത്തിന്റെ നിവർത്തിയാണ്. പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ അവരെ ഓടിക്കൂടിയ ജനം ആമേൻ സ്തോത്രം വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ. അവർ അന്യഭാഷ പറയുന്നത് കേട്ടപ്പോൾ പറഞ്ഞു, ഇവർ ലഹരി പിടിച്ചിരിക്കുന്നു. പത്രോസ് പറയുക, ഇത് നിങ്ങൾ വിചാരിക്കുന്ന ലഹരിയല്ല. പ്രവാചകൻ യോവേൽ ഇപ്രകാരം എഴുതി, അന്ത്യകാലത്ത് ഞാൻ സകല എന്റെ ആത്മാവ് പകരാൻ വേണ്ടിയാണ് നിന്നെ ആത്മാവിൽ പണിയാൻ പഴയ തുരുത്തിയിൽ ഒരിക്കലും പുതിയ വീഞ്ഞ് പകരത്തില്ല. തുരുത്തി പൊളിഞ്ഞു പോകും. പുതിയ തുരുത്തിയിലെ പുതിയ വീഞ്ഞ് പകരത്തുള്ളൂ. കഴിഞ്ഞകാല ജീവിതത്തിന്റെ അനുഭവത്തിൽ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട തുരുത്തിയായിട്ടിരുന്നാൽ ഇന്ന് പകൽക്കാലത്തിന്റെ മേൽ പകരാൻ സാധ്യമല്ല. മറിച്ച് ഒരു പുതിയ തുരുത്തിയായി ഇന്ന് പകൽക്കാലം ഇരിക്കുമെങ്കിൽ ഒരു പുതു വീഞ്ഞിന്റെ അനുഭവം വിശ്വസിക്കാൻ ആർക്കും കഴിയുന്നു. വിശ്വസിക്കാൻ ആർക്കും കഴിയുന്നു. ഒരു പുതു വീഞ്ഞിന്റെ അനുഭവം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നോടൊപ്പം ഇപ്പോഴുള്ള കൊച്ചു ശുശ്രൂഷകന്മാർ, മക്കളല്ല അല്ലാത്ത എന്റെ കൂടെ കർത്താവിന്റെ വേല ചെയ്യുന്ന തേജസ്സിന്റെ ആത്മശുശ്രൂഷ ചെയ്യുന്ന പലർക്കും കൊതി തോന്നും. കാര്യമുണ്ട്. അവരുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, ഈ അഭിഷേകത്തിന്റെ ശക്തി സകല മുഖത്തെയും തകർക്കുന്നു. വിശ്വസിച്ചോ? വിശ്വസിച്ചോ? വ്യാപരിക്കുന്ന അഭിഷേകത്താ കെട്ടപ്പെട്ടിരിക്കുന്ന നടന്നു വരുന്ന സഹോദരിമാരുടെ അന്തരംഗത്തിലൂടെ കടന്നുപോയ അത്യാഗ്രഹത്തിന്റെ യാഥാർത്ഥ്യം അറിയാമോ? ഞങ്ങൾക്ക് വേണ്ടി ആരി കല്ലുരുട്ടി മാറ്റൂ. ഇന്ന് പകൽക്കാലം ഇതുപോലെ ജീവിതത്തിന്റെ ഭാരമേറിയ വിഷയമായി കടന്നു വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ തിരുവെഴുത്ത് കേൾക്കുന്നെങ്കിൽ നിന്റെ ജീവിത പടകിൽ നിന്ന്, നിന്റെ ജീവിത ബന്ധാവിൽ നിന്ന്, നിന്റെ ഭൗതിക നന്മകളുടെ മുഖത്തു നിന്ന് ശത്രു വെച്ചിരിക്കുന്ന കല്ലുകൾ ഇന്ന് പകൽക്കാലം ഉരുണ്ടു മാറുകയാണ്.
വചനത്തിന്റെ പുഷ്ടി നിമിത്തം പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, നിന്റെ മേൽ വെച്ചിരിക്കുന്ന ചില മുഖങ്ങൾ തകരുകയാണ്. അഭിഷേകത്തിൽ സമൃദ്ധിയുള്ളവരാകട്ടെ, അഭിഷേകത്തിൽ സമൃദ്ധിയുള്ളവരാകട്ടെ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ. ഞങ്ങളിൽ ദൈവത്തിന്റെ ദൂത് ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ ഹല്ലേലൂയ അഭിഷേകം നിങ്ങളുടെ മേൽ പകരുകയാണ്. എത്ര പേര് ആഗ്രഹിക്കുന്നു? അതിന്റെ നിദാനം ഒന്നേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അപ്പോസ്തലനാകുന്ന പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് ഒന്നാം ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. 1 തെസ്സലോനി 2 അതിന്റെ 13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടു. പ്രൈസ് ദി ലോർഡ്. കേട്ടു. ആളുകളായി കേട്ട ഒരു മാനുഷിക വചനം പോലെ നീ അതിനെ കൈക്കൊള്ളരുത്. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ അത് ദൈവത്തിന്റെ വചനമായി കൈക്കൊണ്ടതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത സെന്റൻസിൽ എഴുതി, വിശ്വസിക്കുന്നവന്റെ മേൽ, വിശ്വസിക്കുന്നവന്റെ മേൽ ദൈവവചനത്തിൽ വിശ്വസിക്കുക, ദൈവവചനത്തിൽ ഉറക്കുക. ആരെങ്കിലും കഴിയുമെങ്കിൽ വിശ്വസിക്കുന്നവന്റെ മേൽ വെളിപ്പെട്ടു വരുന്ന ആത്മാവിന്റെ അഭിഷേകം. തിരുവെഴുത്തുകൾ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ദൈവവചനം പറഞ്ഞു ശ്രദ്ധിച്ചോണം. മനുഷ്യന്റെ വചനമായിട്ട് ഏറ്റെടുക്കരുത്. ദൈവത്തിന്റെ വചനമായി സാക്ഷാലതായിരിക്കുന്നത് പോലെ, ആ വാക്ക് ശ്രദ്ധിച്ചോണം, സാക്ഷാലതായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനമായി നിങ്ങൾ കൈക്കൊണ്ടാൽ നിങ്ങളുടെ മേലൊരു വ്യാപാര ശക്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിന്റെ മുഖത്തു നിന്ന് ചിലത് ഉരുണ്ടുമാറും, ഉരുണ്ടുമാറും. നീ ഭാരപ്പെട്ടു വന്ന വിഷയം ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. കുഞ്ഞേ, ഇന്ന് പകൽക്കാലം അശ്രദ്ധമായിട്ടിരിക്കരുത്. സ്വർഗത്തിലെ ദൈവം നിന്നെ വിളിക്കുന്നു. മകളെ, മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. എന്റെ മൊഴികൾക്ക് നിന്റെ ചെവിയെ ഒരു കഠിന ഹൃദയായിരിക്കരുത്. ആ വചനത്തിന്റെ മുമ്പിൽ നിന്റെ ചെവിയെ ചായ്ക്കാൻ കഴിഞ്ഞ അവൻ കേൾക്കുന്ന വചനം. അടുത്ത സെന്റൻസിൽ എഴുതിയിരിക്കുന്നത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിക്കുക. ചെവിയിലൂടെ കേട്ട് മറ്റേതിലൂടെ ഇറങ്ങിപ്പോകാനല്ല. കാലം പറയപ്പെടുന്ന ദൈവത്തിന്റെ വചനം നിന്റെ അന്തരംഗത്തിൽ ഉറക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അടുത്തത് പറയുന്നു, അവയെ കിട്ടുന്നവർക്ക് ജീവനാണ്. നിന്റെ തളർന്നിരിക്കുന്ന നാടികൾക്ക് ഈ വചനം ജീവൻ നിന്റെ ചുരുണ്ടുകൂടിയിരിക്കുന്ന, തളർന്നിരിക്കുന്ന, ജീവനില്ലാതിരിക്കുന്ന നാടികളുടെ മേൽ, നരമ്പുകളുടെ മേൽ, മാംസപേശിയിൽ, അസ്ഥിയിൽ കാലം ഈ വചനങ്ങൾക്ക് ചെവി കൊടുത്താൽ, അവയെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ ജീവൻ വെക്കുന്ന അനുഭവം വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കാൻ ആരുണ്ട്? വിശ്വസിക്കാൻ ആരുണ്ട്?
പുസ്തകം ഇങ്ങനെ എഴുതി, അവയെ കിട്ടുന്നവർക്ക് ജീവനോ അവരുടെ സർവ്വദേഹത്തിനോ നിന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ, ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ അകത്തും പുറത്തുമായി നിന്നെ ഭാരപ്പെടുത്തുന്ന രോഗത്തിന്റെ കെട്ടുകളെ, അന്ധകാരത്തിന്റെ ശക്തികളെ, പിശാചിന്റെ മണ്ഡലങ്ങളെ അത് അഴിച്ചിന്ന് തകർക്കാതെ ദൈവത്തിന്റെ പ്രവൃത്തി വീര്യപ്രവൃത്തിയായി നിന്റെ ദേഹത്ത് വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ഒരു വീര്യപ്രവൃത്തിയായി നിന്റെ ദേഹത്ത് വെളിപ്പെടും. നിന്റെ ദേഹത്ത് ആ വെളിപ്പെട്ട് കഴിയുമ്പോൾ ഒരു വീര്യപ്രവൃത്തി ചെയ്യുന്ന ആളായി നീ വെളിപ്പെടും. ഒരു പ്രദർശനശാലയായിട്ട് മാറും. നിന്റെ അടുക്കൽ ഓടിക്കൂടും. ആശ്വാസമാകും. ആശ്വാസമാകും. സൗഖ്യം ആക്കുന്ന യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യം ആക്കുന്ന അവിടെ തുറന്നു പറയുക. യഹോവയാണ്, യഹോവയാണ്. അവനാണ് നിന്റെ മുമ്പിൽ, അവനാണ് നിന്റെ സമീപേ, അവന്റെ കരമാണ് നിന്റെ മുകളിൽ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 4:20 മുതൽ താഴോട്ടും 2 വാക്യങ്ങൾ വായിച്ചാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: സൗഖ്യമാക്കുവാൻ നിന്റെ കരം നീട്ടുന്നതിനാലും നിന്റെ ആമേൻ. കണ്ടോ? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4-ാം അധ്യായം 20-ാമത്തെ വാക്യം, 30-ാം വാക്യം. സൗഖ്യമാക്കുവാൻ നിന്റെ കരം നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ. എന്റെയോ നിങ്ങളുടെയോ പേരിലല്ല, സെന്ററിന്റെയോ ഡിസ്ട്രിക്റ്റിന്റെയോ പേരിലല്ല, യേശുവിന്റെ നാമത്തിൽ. എത്ര പേര് വിശ്വസിച്ചു? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അവിടെ പറ, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അതിജീവിക്കാൻ കഴിയാതെ മുഖത്ത് എന്താണ് ഇതിന്റെ പ്രത്യേകത? യേശുവിന്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമം. ഭൂലോകരുടെയും സ്വർലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലികൾ മടങ്ങുന്ന ഏകനാമം. വിശ്വസിച്ചു? 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 അങ്ങനെയാണ് നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ചേ.
വെളിപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്റെ മകനെ, എന്റെ വഴികൾക്ക് നിന്റെ ചെവി തരിക. അവൻ എന്റെ വചനങ്ങൾക്ക് നിന്റെ ഹൃദയം അവൻ ചായ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് ജീവനും അവരുടെ സർവ ദേഹത്തിനും കേൾക്കുന്ന ദൈവമക്കളെ, സൗഖ്യമാക്കുന്ന യേശു നമ്മുടെ മധ്യമുണ്ട്. എല്ലാ നാമത്തിനും മേധായവൻ, എല്ലാ മുഴങ്കാലം അടക്കുവാൻ യോഗ്യനായവൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവപുത്രൻ അവൻ നമ്മോട് കൂടെയുണ്ട്. അവന്റെ കരം കുറുതായി പോയിട്ടില്ല. അവൻ പ്രവൃത്തി 4:30 വായിച്ചില്ലേ? സൗഖ്യമാക്കുവാൻ അവൻ തന്റെ കരം നീട്ടുന്നു. അവർക്ക് മനസ്സിലായി. നാളുകളായി നീ ഭാരപ്പെട്ടിരിക്കുന്നു, നാളുകളായി നിന്റെ കുടുംബം ഭാരപ്പെട്ടിരിക്കുന്നു, നിന്റെ ജീവിത നിരാശകളുടെ മേല് അവന്റെ കരം നീട്ടുന്നു. യേശുവിന്റെ കരം ആണിപ്പഴുതുള്ള കരമെങ്കിലും അത് തേജോമയമായ കരം. Praise the Lord. Praise the Lord. സമുദ്രത്തിലെ ജലത്തെ ഉള്ള കരത്തിൽ ഉയർത്താൻ കഴിവുള്ളവരാണ്. ഭൂമിയിലെ പൊടിയെ നാഴിക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ നിന്റെ വിശ്വാസത്തിന്റെ മണ്ഡലത്തിന് മാറ്റമുണ്ടാകും. നമുക്കൊരു മാറ്റമുണ്ടായാൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ വീര പ്രവൃത്തികൾ ചെയ്യുന്നവരാകണം. എത്ര പേർ ആഗ്രഹിക്കുന്നു? നിങ്ങൾ ശക്തിയുടെ പ്രദർശനശാലയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിങ്ങളെ അതിനാക്കിയിരിക്കുകയാണ്. വാഗ്ദത്തം നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ മക്കൾക്കുണ്ട്. നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ഉടസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. നിനക്കുണ്ട്, മറ്റൊന്നില്ലെങ്കിലും ഒരു വാഗ്ദത്തം ഉണ്ടെന്ന് പറയുക എത്രവർക്ക് കഴിയുന്നു? ദൈവത്തിന് സ്തോത്രം. എന്ന് പകൽക്കാലം നീ ചോദിച്ച അത് നിന്റെ മേൽ തരുവാൻ മതിയായോ? അവൻ നമുക്ക് വേണ്ടി ഉയരത്തിൽ ജീവിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിനോട് ചോദിക്കും, അവൻ എനിക്കത് തരും, ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. എത്ര പേര് വിശ്വസിച്ചു? അവൻ ചോദിക്കുന്നത് ഒരു പിതാവുണ്ട്, ചോദിക്കുന്നത് തരുന്ന പിതാവുണ്ട്. പറയുകയാണ് 11-ാം അധ്യായത്തിൽ ആമേൻ സ്തോത്രം. ആമേൻ. അപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കത്തില്ല. നീനെ ചോദിച്ചാൽ അവനെ കൊടുക്കത്തില്ല. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കത്തില്ല. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല 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 ദാനങ്ങളെ തരുവാൻ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് പരിശുദ്ധാത്മാവിനെ കൊടുക്കും. എത്ര അധികം, എത്ര അധികം അത് വീര്യപ്രവൃത്തിയിലേക്ക് വെളിപ്പെടുകയാണ്. നിന്റെ മേലുള്ള ദൈവത്തിന്റെ വചനം, നിന്റെ മേലുള്ള ദൈവത്തിന്റെ ആത്മാവ് നിന്റെ തലമുറയിലേക്ക് പകരപ്പെടുകയാണ്. അവൾ ഭവനത്തിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ വെറും പാത്രങ്ങൾ വാങ്ങി. പ്രവാചകൻ പറഞ്ഞു, പാത്രം കുറവായിരിക്കരുത്. പകരാൻ പാത്രം വേണം, പകരാൻ പാത്രം വേണം, പകരാൻ ദൈവമക്കൾ വേണം. അവൻ പകുതി പകർന്നവരല്ല വേണ്ടിയേ, അവൻ കാലിൽ ഒഴിഞ്ഞവര് വേണം. പാത്രം വേണം, വെറും പാത്രം വേണം. സ്വത്രം പകുതി പകർന്നാലൊരു കുഴപ്പമുണ്ട്.
എനിക്ക് പകർന്നല്ലോ എന്ന് പറഞ്ഞാൽ ചിലർ ഇരിപ്പ് ഇവിടുത്തെ അല്ലേ. എന്ന കാലിപാത്രത്തിന്റെ ആഗ്രഹം എന്നിലൊന്ന് പകർന്നിരുന്നെങ്കിൽ. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, ഒരു കാലിപ്പാത്രം എടുത്ത് ഒരു കാലിക്കലമെടുത്ത് തല വെച്ചുകൊണ്ട് പോകാം, പ്രശ്നമില്ല. പക്ഷേ പകുതി വെള്ളമുള്ള ഒരു കലമെടുത്ത് തല വെച്ചാൽ പടലി വെട്ടും. ഇതുപോലെ ചിലത് വെട്ടിയിരിക്കുകയാണ്. ദൈവത്തിന് സ്വന്തം ഇന്ന് നിറയേണ്ടത് ആവശ്യമാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സേവിക്കുന്ന എന്റെ കർത്താവ്, ഞാൻ ആരാധിക്കുന്ന യേശു ക്രിസ്തു നിറച്ചു തരുവാൻ മതിയായവരാണ്. നിനക്ക് വിശ്വാസമുണ്ടോ? അവൾ പകർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അടുത്തൊരു രഹസ്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ അത്ഭുതത്തിന്റെ വലിപ്പം നിങ്ങളുടെ കൈകളിലാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചേ. ആമേൻ സ്തോത്രം. ഒരു കൊച്ചുകുപ്പിയിലെ എണ്ണ അക്ഷരാർത്ഥത്തിൽ പറയുകയാണ്. സ്തോത്രം. ഇത് സ്തോത്രം എത്രണ്ണത്തിനകത്ത് പകരാൻ പറ്റുമെന്ന് നീ ചോദിക്കരുത്. ഇതെടുത്ത് വെച്ച് നോക്കരുത്. എല്ലാം നടക്കുമോന്ന് നീ കണ്ണുടച്ചെന്ന് തുറക്കണം. ഇനി പകരാനുള്ളത് ശ്രദ്ധിക്കണം. ആമേൻ. ഇത്രയൊരു 3 എണ്ണം ഉണ്ടെങ്കിൽ അതിനകത്ത് പകരാനേ ഉള്ളൂ. നിന്റെ കണക്ക് കൂട്ടലുകളൊക്കെ നിർത്തണം. മനസ്സിലായി? വല്ല പിടി കിട്ടിയോ? അടുത്തത് ചെയ്യേണ്ടുന്നത് നിങ്ങളോട് തന്നെ ചോദിച്ചേ, ഇത് പകരാൻ ഒരണ്ടാവ് എടുത്തുകൊണ്ട് വരണോ? ഇത് പകരാൻ അവൻ നിങ്ങൾ ചോദിക്കും, ഈ എണ്ണ പകരാൻ അണ്ടാവ് കൊണ്ടുവരണോ? അണ്ടാവ് വെച്ചാൽ മനസ്സിലായോ? എന്തുവാ നിങ്ങളുടെ ഭാഷ? വലിയ സാധനം അല്ലേ? നിങ്ങൾ ഇതെടുത്ത് വെച്ചിട്ട് ചോദിക്കുകയാണ്, അണ്ടാവ് എടുത്തുകൊണ്ട് വരണോ? ഇതിനകത്ത് പകരാനുണ്ടോ? ഓ, ഇത്രയുള്ള സാധനം ഇതിനകത്ത് പകരാനുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ ചോദ്യവും പറിച്ച് നിർത്തട്ടെ. ഇതാണ് നമ്മുടെ ജീവിതത്തിലൊന്നും നടക്കാത്തത്. രാവിലെ കല്യാണത്തിന് നിങ്ങളെ ചൊല്ലാമോ? ആമേൻ സ്തോത്രം. യേശുവിന്റെ അമ്മ വന്ന് യേശുവിനോട് പറഞ്ഞു, മകനെ വീഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. അമ്മോട് ചോദിച്ചു, അതിന് എനിക്കും നിനക്കും എന്ത്? ആമേൻ സ്തോത്രം. അമ്മ വേറെ ഒന്നും പറഞ്ഞില്ല. സ്തോത്രം. ഞാൻ നിന്റെ അമ്മയാന്നൊന്നും പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. എനിവേ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ കലവറയെ വെച്ച് ചെയ്തേനെ. ആമേൻ. ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, ഇത് മോനെ കൊണ്ട് ചെയ്യാൻ മനസ്സിലായോ? അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ മോന്റെ അടുത്തോട്ട് വരത്തില്ലായിരുന്നു. കലവറയെ വെച്ച് തന്നെ ആരും അറിയാതെ പരിപാടി നടത്തിയനെ. സത്യോ? അമ്മയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മ ഓടി മോന്റെ അടുത്ത് വന്നു. പക്ഷെ അമ്മയ്ക്ക് ഒരു കാര്യം അറിയാം, മോൻ ആരാണെന്ന്. നിങ്ങൾ വരച്ചു കാട്ടുന്നത് ആ മോൻ ആരാണ്? അവൻ അത്ഭുത മന്ത്രി, അവക്കതറിയാം. കന്യകമറിയാമിനതറിയാം. അവൻ അതുകൊണ്ട് ആരുടെ അടുക്കലെത്തി? അവൻ യേശുവിന്റെ അടുക്കലെത്തി. അവനോട് പറഞ്ഞപ്പോഴത്തെ തിരിച്ചുള്ള പറച്ചില് വ്യാഖ്യാനിക്കാൻ സമയമില്ല. എനിക്കും പറഞ്ഞു തമ്മിൽ എന്ത്? വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ നിന്റെ അമ്മയാണ്, അമ്മയെ ബഹുമാനിക്കണമെന്നും പറഞ്ഞില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നേരെ ആരുടെ അടുക്കൽ ചെന്നു? അമ്മ എങ്ങോട്ടാ അടുത്തത് പോയത്? സ്തോത്രം. ശുശ്രൂഷക്കാരുടെ അടുക്കൽ ചെന്നു. അവരോട് പറഞ്ഞു, അവൻ വല്ലതും കൽപ്പിച്ചാൽ ആർക്കേ കൽപ്പിക്കാൻ കഴിയത്തുള്ളൂ.
സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവൻ ഈ തിരുവചനത്തിൽ അവൻ കൽപ്പിച്ചത് നീ ചെയ്യണം. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു? യേശു തിരുവചനത്തിൽ കൽപ്പിച്ചത് മതഭേദമന്യേ, വർണ്ണവർഗ വ്യത്യാസമന്യേ നാം ചെയ്യാൻ കടപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. അമ്മ പറഞ്ഞു അവൻ വല്ലതും കൽപ്പിച്ച. അവൻ നോക്കിയപ്പോ അവൻ ഹല്ലേലൂയ ചില കൽപാത്രങ്ങൾ പുറത്തു കിടക്കുന്നു. ആമേൻ സ്തോത്രം. കൽപാത്രങ്ങളുടെ പ്രത്യേകത വൈകിക്കാൻ നേരമില്ല. അളവ് വ്യത്യാസമുള്ള കൽപാത്രങ്ങളാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ച് എന്താണ് അകത്തെ പാത്രം കൊണ്ടുവരാഞ്ഞത്? ഇഷ്ടം പോലെ സ്റ്റീൽ പാത്രങ്ങൾ ഇരിപ്പുണ്ട്, അലൂമിനിയം പാത്രങ്ങളുണ്ട്. പക്ഷെ ഇത് ഉണ്ടാക്കിയതിന് പ്രത്യേക അച്ചിലാണ്. ഡിനോമിനേഷൻ എന്ന് പറയുന്ന അച്ചിനകത്തുണ്ടാക്കിയ പാത്രം തമ്പുരാന് വേണ്ട. ഇതെല്ലാം ഒരുണ്ടാക്കി വെച്ചിരിക്കുക. തമ്പുരാന് അവൻ വ്യത്യസ്ത അളവാണ് വേണ്ടത്. അത് എന്നെയും നിന്നെയും കുറിക്കുന്നു. വിഗ്രഹങ്ങളെ ആരാധിച്ച, കല്ലുകളെ ആരാധിച്ച എന്നെ ഈ കൽപാത്രത്തിനകത്ത് പുതുവീണ്ടും നിറയ്ക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. പുതുവീണ്ടും നിറയ്ക്കാൻ. അതുകൊണ്ടാണ് യേശു കൽപാത്രം തെരഞ്ഞെടുത്തു. എന്നാൽ എന്ത് സംഭവിച്ചു? നിങ്ങൾ നോക്കിയ പ്രിയപ്പെട്ടവരെ, അവിടെ തന്റെ അടുക്കൽ വന്ന് ശുശ്രൂഷകരോട് പറഞ്ഞു ആ കൽപാത്രത്തിൽ വെള്ളം നിറപ്പി. ആമേൻ. അവര് പറഞ്ഞതുപോലെ കേട്ടു. ആമേൻ. നമ്മുടെ കർത്താവ് വന്നിട്ട് വെള്ളത്തിന്റെ മണ്ടയിലോട്ട് കൈവച്ചില്ല. വെച്ചോ? സ്വന്തം വെള്ളമേ എന്തോ ആവാനാ എല്ലാം പറഞ്ഞോ? പ്രൈസ് അല്ലോ. കർത്താവ് വേറെ ഒന്നും പറഞ്ഞില്ല. വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അവർ വാക്കോളം പറഞ്ഞേ വാക്കോളം നിറച്ചു. പ്രൈസ് അല്ലോ. ആരാ കോരിയത്? ശുശ്രൂഷക്കാര്. ആമേൻ സ്തോത്രം. നിറഞ്ഞു കഴിഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു കൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു. ഈ കോരിയവർക്ക് അറിയാൻ കോരിയത് എന്തുവാ? പച്ചവെള്ളമാ. ഞാൻ റിയാലിറ്റി പറയാ, ശരിയായിട്ട് ഞാൻ പറയാ, എന്റെ കാര്യം പറയാ. ഞാൻ ആരിനെ തിരിഞ്ഞു തൊട്ട് നോക്കി ആയോ? ഇതാ ഞാൻ ഇതുവരെയും രക്ഷപ്പെടാത്തെ. വല്ല മനസ്സിലായോ? നമുക്ക് പലതും സംശയമാണ്. ആരും കാണാതെ ആ ധനവാൻ പറഞ്ഞതുപോലെ ആ വെരലിന്റെ അറ്റം ഒന്ന് വെള്ളത്തിൽ മുക്കി നാവിനെ തണുപ്പിക്കണമെന്ന് പറഞ്ഞതുപോലെ ഞാനായിരുന്നെങ്കിൽ എന്തൊടുത്തേനെ? ആരും അറിയാതെ എടുക്കുന്ന പരുവത്തിൽ കൽഭരണിയിലോട്ടൊന്ന് തൊട്ടിട്ട് തൊട്ട് നോക്കിയേ നീ. ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേരെന്റെ കൂടെ ഉണ്ട്? അവര് വേറെ ഒന്നും ചിന്തിച്ചില്ല. യേശു കൽപ്പിച്ചതുപോലെ കൽഭരണി അവരെടുത്തു. എടുത്തു. എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? പുറത്തു കിടന്നു നിന്നെ മണിയറക്കകത്താക്കുന്നവരാണ്. കലവറക്കകത്താക്കി. എല്ലാം ഇരിക്കുന്നിടമാണ് കലവറ. ചെറുവുള്ള സ്ഥലമാണ് കലവറ. കലവറക്കകത്താക്കി. നീ പുറത്ത് കിടക്കാനുള്ളതല്ല, അകത്തിരിക്കാനുള്ളതാണ്. നമ്മുടെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം മാറ്റിക്കളയാം. വിശ്വാസത്തോടെ നമുക്ക് അടുത്തു വരാം. ഇന്ന് പകൽക്കാലം ആത്മാവിൽ നിങ്ങളെ പണിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയട്ടെ. അവൾ പകർന്നു. ചെറിയ പാത്രത്തിലല്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ അത്ഭുതം നിങ്ങളാ തീരുമാനിക്കണം. എത്രയും വലിയ അത്ഭുതം നടക്കണോ അതിന് തക്ക പാത്രം കൊണ്ടുവരണം. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവൾ പാത്രമേ എടുത്തുള്ളൂ. ഞാൻ എവിടെയെങ്കിലും പോയി 3 സ്തോത്രം കുറച്ചേറെ ടാങ്കർ ലോറി വിളിച്ചുകൊണ്ട് വന്നേനെ.
Praise the Lord. സ്തോത്രം. കൊടുത്താ മതി, പകർന്നാ പോരെ. സ്തോത്രം. എത്ര വലിയ അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കണം നീ തീരുമാനിക്കട്ടെ. Praise the Lord. ഇനിയും ഹല്ലേലൂയ. നമ്മുടെ വേറെ ദോഷമുണ്ട്. അവൾ പകർന്നു. ആമേൻ. സ്തോത്ര. പാത്രങ്ങളെല്ലാം നിറഞ്ഞു. Praise the Lord. ചോദിച്ചു ഇനി പാത്രം വല്ലതുകൊണ്ടോ? ഇല്ലെന്ന് പറഞ്ഞു. വരവും നിന്നു. സ്തോത്രം. ഒരേ നിശ നിന്റെ വീട്ടിൽ വന്നില്ല. സ്തോത്രം. ഒരേ നിശ എണ്ണപ്പാത്രം കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച് കൊടുത്തയച്ചില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ പറഞ്ഞു പകര്. സ്തോത്രം. നിന്റെ നാക്കുകൊണ്ട് വാക്കുകൾ പറയുമ്പോ അത് സംഭവിക്കുന്ന ഒരു വീര്യപ്രവൃത്തി സ്വർഗ്ഗം നിന്റെ മേൽ അയക്കാനാണ്. പ്രദർശനശാല. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അവിടെ ഇരുന്ന് പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. സ്തോത്രം. ഇവിടെ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നെ കേൾക്കുന്ന നിങ്ങൾ മക്കളെ, ഞാൻ എന്റെ ഒരു ആത്മീക അനുഭവം പറയട്ടെ. പത്തനംതിട്ടയ്ക്ക് അടുത്ത് ആമേൻ സ്തോത്രം ഇലന്തൂരിന് ആമേൻ ഇപ്പുറമായിട്ട് ഒരു സ്ഥലമുണ്ട്. ആമേൻ. അവിടെ നിന്ന് ഒരമ്മച്ചി കുമ്പളാമ്പയെ പ്രാർത്ഥിക്കാനായിട്ട് വരും. വിഷയാമ്മച്ചിയുടെ മോന് കുറേയേറെ വർഷങ്ങളായി ദുബൈയിൽ പോയിട്ട് അവൻ മടങ്ങി വരത്തില്ല. അവൻ ഒരൊറ്റ മോനും 2 ആമേൻ സ്തോത്രം പെൺമക്കളുമാണ് അമ്മച്ചിക്കുള്ളത്. സംഭവിച്ചത് ഇവൻ വിവാഹം കഴിച്ചു. അവിടെ ചെന്ന് അവന്റെ ഭാര്യ അവൻ ചില പ്രതികൂലങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. അവസാനം ഡൈവേഴ്സായി. ആമേൻ സ്തോത്രം. ജീവിതത്തിന്റെ ഏകാന്തതയും നാട്ടിൽ മടങ്ങി വരുവാനുള്ള വൈമനസ്യവും എല്ലാം കൂടെ അവനെ ഭരിച്ചു. അവൻ തീരുമാനമെടുത്തു തിരിച്ചു വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ അമ്മച്ചി പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. അമ്മച്ചിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അമ്മച്ചി ചില ആഴ്ച കടന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അമ്മച്ചോട് പറഞ്ഞു അമ്മച്ചിയുടെ മകൻ തിരിച്ചു വരും, തിരിച്ചു വരും. ദൈവത്തിന് സ്തോത്രം. അമ്മച്ചിയുടെ വീട്ടിൽ ഒരു ഫാസ്റ്റിംഗ് പ്രയർ ക്രമീകരിച്ചു. 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറാണ്. ചെന്നപ്പോൾ സംഭവിച്ചത് നിങ്ങൾക്ക് പറയാനാണ് ഞാൻ വരുന്നത്. സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാമോ? ആമീൻ സ്തോത്രം. അമ്മച്ചിയുടെ കിണറ്റിൽ വെള്ളമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നോക്കിയപ്പോൾ ഈ പ്രായമുള്ള അമ്മ, ഒരു കാലും വയ്യാത്ത അമ്മ, ആമീൻ സ്തോത്രം, ഒരിടത്തുനിന്ന് ഒരു കൊച്ചു കലത്തിനകത്ത് വെള്ളം ചുമ്മിക്കൊണ്ടുവരുന്നു. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഞാൻ ചോദിച്ചു വെള്ളമില്ലയോ? ഇല്ല. ഞാൻ കിണറ്റിന്റെ അടുക്കൽ ചെന്നു. നടന്ന കാര്യമായി പറയുന്നേ. കിണറ്റിന്റെ അടുക്കൽ ചെന്ന് നോക്കിയപ്പോൾ ഒഴിഞ്ഞ കിണറായിട്ട് കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തോടെ അമ്മ കൊണ്ടുവന്ന വെള്ളത്തിൽ 1 മോന്ത വെള്ളം എടുത്തു തരാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ആമേൻ 1 മോന്ത വെള്ളത്തിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് ആ കിണറ്റിൽ ഒഴിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ വേദപുസ്തകം കയ്യിൽ ഉയർത്തിപ്പിടിച്ച് വിളിച്ചു പറയട്ടെ, പിറ്റേ ദിവസം ആമേൻ ആ അരക്കിണർ വെള്ളം കിടക്കും. പ്രിയ ജോബിയോട് ചോദിച്ചാൽ മതി. കുണ്ട്രയുള്ള ആമൻ ഞങ്ങളുടെ ചർച്ചിൽ ദൈവത്തിന്റെ കൃപയാൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും എത്ര വലിയവയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് നിന്നെ വിളിച്ചിരിക്കും നിസ്സാര കാര്യത്തിനല്ല. മനസ്സിലാക്കാൻ അത്ര വീര്യപ്രവർത്തികൾ ചെയ്യാൻ, വീര്യപ്രവർത്തികൾ ചെയ്യാൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊന്ന് നോക്കി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 8-9 വാക്യം. ലുസ്രയിൽ അമ്മയുടെ സ്തോത്രം ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്ത കാലിന് ശക്തിയില്ലാത്ത ഒരു പുരുഷൻ ഇരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ശ്രദ്ധിച്ചേ, ലുസ്ര എന്ന് പറയുന്ന പ്രദേശത്ത് അമ്മയുടെ ഉദരം മുതൽ
ആമേൻ. അമ്മയുടെ ഉദരം മുതൽ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സംഭവം ഒരിക്കലും നടന്നിട്ടില്ല. വിശ്വസിച്ചോ? ആമേൻ. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു ഒരിക്കലും നടന്നിട്ടില്ല. അടുത്തത് അത് ശക്തിയോടെ എഴുതിയിരിക്കുന്നു. നോക്കേ, കാലിന് ഒട്ടും ശക്തിയില്ലാത്ത ഒരു മനുഷ്യൻ ഇരുന്നു. പക്ഷെ ഇവൻ ഇരിക്കുന്നത് അവൻ ചന്തസ്ഥലത്തല്ല, ഇവൻ ഇരിക്കുന്നത് പൗലോസിന്റെ പ്രസംഗ സ്ഥലത്താണ്. ഇങ്ങനെയുള്ളവരെ നമ്മൾ കാണുന്നത് മിക്കവാറും വഴിത്തലക്കിലും ചന്തസ്ഥലത്തും പെരുന്നാൾ സ്ഥലങ്ങളിലുമാണ്. പക്ഷേ ഇവന്റെ ജീവിതത്തിൽ ഇവൻ ഇരുന്നിരുന്നത് എവിടാണ്? പൗലോസ് പ്രസംഗിക്കുന്നിടത്താണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന യാഥാർത്ഥ്യ ദൈവമക്കളൊന്ന് ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവര്. ആമേൻ. സ്തോത്രം. പൗലോസ് പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം ഇവൻ കേട്ടു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോണ ഭാഗം. ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ ആമേൻ, പൗലോസ് അവനെ ഒന്ന് ഉറ്റുനോക്കി. പൗലോസ് അവനെ ഒന്ന് നോക്കി. ആമേൻ. വേദപുസ്തകത്തിൽ എന്നാ എഴുതിയിരിക്കുന്നേ? സൗഖ്യമാകുവാൻ അവന് വിശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാ പറഞ്ഞേ? സൗഖ്യം പ്രാപിപ്പാൻ. ആമേൻ. അമ്മയുടെ ഉദരം മുതൽ ആമേൻ നടന്നിട്ടില്ലാത്തവൻ, കാലിന് പറഞ്ഞോ ഒട്ടും ശക്തിയില്ലാത്തവൻ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനം എന്തോർത്തുകൊണ്ടിരിക്കുകയാണ്? കേട്ടുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് അവനെ നോക്കിയപ്പോൾ ആമേൻ, സ്തോത്രം, അവന്റെ മേലൊരു യാഥാർത്ഥ്യം വെളിപ്പെട്ടു. എന്താണ്? അവന്റെ അകത്ത് സൗഖ്യമാകാനുള്ള, വിടുതല പ്രാപിപ്പാനുള്ള, ബന്ധനം അഴിയാനുള്ള ഒരു വിശ്വാസം തളച്ചു. അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. നിന്റെ അകത്തിന് ഒരു വിശ്വാസം തുളച്ചു. എഴുന്നേറ്റ് പോവാനല്ല, ചിലത് ചെയ്യാനുള്ള ഒരു പ്രദർശനശാലയായി മാറാനുള്ള ഒരു വിശ്വാസം അകത്ത് നിറയ്ക്കട്ടെ. കഴിഞ്ഞ ആമേൻ ജൂൺ മാസത്തിൽ രാജസ്ഥാനിൽ ആമേൻ സ്തോത്രം ബിൽവാഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ കൊണ്ടുവ ചർച്ചിലുള്ള കാരിക്കൽ ചർച്ചിലുള്ള ഒരു സഹോദരന്റെ സ്കൂളുണ്ട്. അവിടെ ഒരു ചെറിയ കൂട്ടായ്മ നടന്നു വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ന പകൽ ദൈവമക്കളെ പറയട്ടെ, ഈ പ്രിയപ്പെട്ട സ്കൂൾ അടച്ച സമയത്ത് നാട്ടിലെത്തി. ആമേൻ. ചില സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങൾക്ക് മുടിരാത്രി പ്രാർത്ഥനയുണ്ട്. ആമേൻ. വൈകിട്ട് 7 മണിക്ക് കൂടിയാൽ ആമേൻ സ്തോത്രം രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കും. വെളുപ്പിന് 4 മണി ആമേൻ ചിലപ്പോൾ 5 മണിയൊക്കെ ആയിട്ട് എന്തോടുക്കത്തുള്ളൂ, ജനം പോകത്തുള്ളൂ. സഹോദരിമാർ ഒത്തിരി പേര് വരും, കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് വരും, സഹോദരന്മാർ ഒത്തിരി പേര് വരും. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ആലിടക്കിടക്ക് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിച്ചവരുടെ വീട്ടിലൊന്നും കള്ളം കയറിയിട്ടില്ല. സ്തോത്രം. വീടും കാത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങിയ പലരെയും ഉറക്കിയിട്ടിട്ട് കള്ളം കയറി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയും? നമ്മളിപ്പോൾ പുറത്തിറങ്ങാതെ വീട് കാത്ത് വീട്ടിൽ കിടന്നുറങ്ങുമ്പോ നമ്മളെ ഉറക്കിയിട്ടിട്ട് പ്രൈസ് ദി ലോർഡ് കള്ളൻ ആവശ്യമുള്ളത് എടുത്തോണ്ട് പോയി എത്രയോ സംഭവങ്ങളുണ്ട്. കെ കരുണാകരൻ അവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടില് 2ാമത്തെ നിലയിൽ കയറി ആമേൻ സ്തോത്രം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് സ്വർണം മോട്ടിച്ചുകൊണ്ടുപോയ കള്ളന്മാരുടെ കേരളമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള കാര്യങ്ങളും കൊച്ചുണ്ണികൾ ഇന്നുമുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്ന നിന്റെ വീട്ടിൽ കയറത്തില്ല. വിശ്വാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണം. അവിടെ ഞങ്ങൾ ഇങ്ങനെ ശുശ്രൂഷിക്കുക. പരിശുദ്ധാത്മാവിന്റെ വലിയ നിയോഗം എന്റെ മേൽ വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് കൃപാവരങ്ങൾ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. അവിടെ ആയിരിക്കുന്ന സഹോദരൻ രാജേഷിന്റെ ഭാര്യ ആമേൻ സ്തോത്രം എഴുന്നേറ്റ് പറഞ്ഞു, പാസ്റ്റർ എനിക്കൊരു രോഗശാന്തിയുടെ ശുശ്രൂഷ വേണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ പ്രിയപ്പെട്ടവരുടെ മേൽ കൈവച്ചു പ്രാർത്ഥിച്ചു, കർത്താവ് ഇവരുടെ ആഗ്രഹത്തെ നിറവേറ്റണമേ. ദൈവത്തിന് സ്തോത്രം. പല പ്രിയപ്പെട്ടവരും പല ആഗ്രഹങ്ങൾ പ്രദർശിപ്പിച്ചു, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. എന്നാൽ വിളിച്ചു പറയട്ടെ, അവർ തിരിച്ച് രാജസ്ഥാനിൽ പോയി. സ്തോത്രം. പ്രാർത്ഥിച്ചപ്പോ നീ ഒന്നും കണ്ടില്ലായിരിക്കാം. അവർ തിരിച്ച് രാജസ്ഥാനിൽ പോയി. ദൈവത്തിന് സ്തോത്രം. രാജസ്ഥാനിൽ ഗിദയോൻ ബൈബിൾസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതിൽ ഇവർക്കൊരു വലിയ പങ്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഒരു ചർച്ചിലെ പാസ്റ്റർ വേറെ ചർച്ചിൽ പോകുമ്പോൾ ഈ സഹോദരൻ ആ ചർച്ചിൽ പോകണം.
സഹോദരിമാര് വേറെ തരത്തിൽ പോകണം. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഒരു ചർച്ചിൽ ചെന്നപ്പോൾ 2 കാലും തളർന്നിരിക്കുന്ന ഒരു കുഞ്ഞവിടെ ഇരിപ്പുണ്ടായിരുന്നു. Praise the Lord. ഈ സഹോദരി മുഴങ്കാലം അടക്കി, ആമേൻ, ശ്രദ്ധിച്ചോണം. ഈ സഹോദരി മുഴങ്കാലം അടക്കിയതിന് തൊട്ടു മുന്നിൽ 2 കാലം തളർന്നിരിക്കുന്ന ഒരു കുഞ്ഞ്. Praise the Lord. ഇവിടെ ഹൃദയത്തിലൂടെ ഓടി വന്നു. കർത്താവിന്റെ ദാസൻ എന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എനിക്ക് രോഗശാന്തിയുടെ വരമുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ സമയത്ത് വേറൊരാൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾ ചെന്നിട്ട് നടന്ന കാര്യമാണ്. ഇവൾ ചെന്നിട്ട് ഹാലത്തിന്റെ മുന്നിൽ ഇരിക്കുന്ന കുഞ്ഞിന്റെ 2 കാലിലും കൈവച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൾ ആ കൈ എടുക്കുന്നതിന് മുമ്പ് കുഞ്ഞ് ചാടി എഴുന്നേറ്റു. നാം വിശ്വസിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന്റെ പ്രദർശനശാലകളാണ്. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ലണ്ടൻ പട്ടണത്തിൽ നിങ്ങളുടെ കരങ്ങളുടെ ആത്മശക്തി വെളിപ്പെടുന്ന ആളുകൾ അടുത്തു വന്നിരിക്കുന്നു. ദൈവമക്കൾക്ക് വിശ്വസിക്കാൻ ആളുകൾ അടുത്തു വന്നിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളൊരു സാധാരണ വിശ്വാസിയായിരിക്കാനല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് നിങ്ങൾ ഹല്ലേലൂയ വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വിശുദ്ധനായിരിക്കട്ടെ, ഒരു വിശുദ്ധയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്താണ് സംഭവിച്ചത്? അവൾ നേരെ എലീശായുടെ അടുക്കൽ ചെന്നു. ദൈവത്തിന് സ്തോത്രം. അവൾ പറഞ്ഞു, പ്രവാചക, ആമേൻ, സ്തോത്രം, പാത്രങ്ങൾ നിറച്ചു. പ്രൈസ് ദി ലോർഡ്. എണ്ണ നിന്നു. പ്രവാചകൻ അവിടെ ഇരുന്നതേ ഉള്ളൂ, അല്ല ഉള്ളോ? പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളെ അത്ഭുത വിടുതൽ വരുന്നു. അവൻ കാറപകടത്തിൽ മരിക്കപ്പെട്ടതുപോലായൊരു സഹോദരൻ, അവന്റെ അനുജൻ മസ്കറ്റിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവന്റെ പേര് ബാബു എന്നാണ്. അവന്റെ ഭാര്യയുടെ പേര് ഷീല എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്താണ് സംഭവിച്ചത്? ആമേൻ, സ്തോത്രം. കുറച്ച് ഏറെ നേരം കഴിഞ്ഞിട്ടും ഈ ബാബുവിനെ, ജ്യേഷ്ഠനെ കാണുന്നില്ല. അനിയൻ തിരക്കിയപ്പോൾ സാധനം വാങ്ങിക്കാൻ പോയെന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. അപ്പോൾ ആരെ പറഞ്ഞു? താഴെ ഒരു ബഹളം, ഒരു ആക്സിഡന്റ് ഉണ്ടായി. അനിയൻ ചെന്ന് നോക്കിയപ്പോൾ ജ്യേഷ്ഠന്റെ ഒരു ചെരുപ്പ് അവിടെ കിടക്കുന്നു. ഇദ്ദേഹത്തിന് മനസ്സിലായി, എന്റെ ജ്യേഷ്ഠനെ വാങ്ങാൻ. വിവരം തിരക്കി ഓടി പോലീസിൽ ആമീൻ ചോദിച്ചു. നേരെ ഹാലലി ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സംഭവിച്ചത്, ഇവനെ ഹാലലിയ സ്തോത്രം ഒരു സ്ട്രെച്ചറിൽ മരിച്ച ശരീരത്തെ മൂടിയിട്ടിരിക്കുകയാണ്. ഓടിച്ചെന്ന് തന്റെ ജ്യേഷ്ഠന്റെ മുഖത്തും തുണി മാറ്റി. ഇവൻ കണ്ടതറിയാമോ? ആമേൻ, സ്തോത്രം. ഇദ്ദേഹത്തിന്റെ ഒരു കൺപീരി അനങ്ങുന്നു. ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു, എന്റെ ആമേൻ, സ്തോത്രം, ജ്യേഷ്ഠൻ മരിച്ചിട്ടില്ല. ഡോക്ടർമാർ പെട്ടെന്ന് വന്ന് നോക്കി. കൃപയാൽ മനുഷ്യൻ ജീവനുണ്ടായിരുന്നു. ICUവിൽ കയറ്റി 3 മാസം മസ്കറ്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തു. അവിടുന്ന് ആമേൻ, സ്തോത്രം, സ്ട്രെച്ചറിൽ തന്നെ തിരുവനന്തപുരം എയർപോർട്ടിൽ വിട്ടു. അവിടുന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യൻ ചില ഏറിയ നാളുകൾ കഴിഞ്ഞ് കുണ്ട്രയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് കൃപയാൽ ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യൻ വന്നു. ഞാൻ ഹല്ലേലൂയ. ആ മനുഷ്യന് തന്റെ ഉടുപ്പന്നെ ഊരി കാണിച്ചു. ശ്രദ്ധിച്ചോളെ പ്രിയപ്പെട്ടവരെ, ഈ ശരീരത്ത് അവിടെ ഇവിടെയെല്ലാം ഓരോ കൊച്ചു ബോള് പോലെ കുഴിയാണ് എന്ന് പറഞ്ഞാൽ ആമേൻ, വണ്ടി ഇടിച്ച് തെറിപ്പിച്ച് ശരീരത്തെ മാംസം പറഞ്ഞു പോയതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സംഭവിച്ചത്, ഈ മനുഷ്യന്റെ ഈ കൈ ആമേൻ, സ്തോത്രം, ഒടിഞ്ഞു തൂങ്ങി. സ്തോത്രം. അവസാനം ആമേൻ, ഇത്രയും നീളമുള്ള ആമേൻ ഒരു നട്ട് ആമേൻ, സ്തോത്രം, ബോൾട്ട് ഇട്ട് ഈ കൈ, സ്തോത്രം, സ്റ്റീൽ റാഡിട്ട് ഈ കൈ ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കൈ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ അവര് പറഞ്ഞു, ആമേൻ, സ്തോത്രം, എടുത്താലും പ്രയോജനമൊന്നുമില്ല, ചിലപ്പോൾ ഇത് വിട്ടുപോകും. സ്തോത്രം. അത് കഴിഞ്ഞ ശേഷം ആമേൻ, അവർ ഒരിക്കലൂടെ പരിശോധനയ്ക്കായി കൊട്ടിയം ഹോളി ക്രോസിൽ കൊണ്ടുപോയി. ചാത്തന്നൂക്കാരനായി വരും. ദൈവത്തിന് സ്തോത്രം. ഹോളി ക്രോസിൽ കൊണ്ടുവന്ന് പരിശോധിച്ചു. ആമേൻ, കൃപയാൽ അവിടെ ആളുടെ നേഴ്സ് ഉണ്ടായി.
ഈ പ്രിയപ്പെട്ട ഡോക്ടർ പറഞ്ഞു, സ്തോത്രം, ഇത് ഓപ്പറേഷൻ ചെയ്താലും പ്രയോജനപ്പെടുത്തില്ല, കൈ പൊങ്ങത്തില്ല. സ്തോത്രം. അവിടെ നിന്ന് സഹോദരി നേഴ്സ് പറഞ്ഞു, പുറത്തിറങ്ങിയിട്ട് ഡോക്ടറേക്കാർ പറഞ്ഞു, ഞാനൊരു പറഞ്ഞുതരാം, അവിടെ കൊണ്ടുവരാം. ഇവര് നേരെ ജോലിമാനെ അന്ന് നമ്മുടെ ശാന്താലയത്തിലാണ് പ്രാർത്ഥന. ദൈവത്തിന്റെ സ്വത്രം എന്തുകൊടുത്തെന്നറിയാമോ? അല്ലെ, ആ സഹോദരനെ നേരെ പ്രാർത്ഥനാ സ്ഥലത്തോട്ട് പറഞ്ഞു. ഈ മനുഷ്യന്റെ അടുത്ത് കൗൺസിലിംഗിന് വന്നിട്ട് ഉടുപ്പൂരി കാണിച്ചു, സംഭവമൊക്കെ കണ്ടു. ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരി ഷീലോട് പറഞ്ഞു, ആമേ സിസ്റ്ററെ, നിങ്ങൾ വിശ്വസിക്കും. ലോകത്തിന് അസാധ്യം, ദൈവത്തിന് സാധ്യം. ലോകത്തിന് അസാധ്യം, ദൈവത്തിന് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയട്ടെ. സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരിയോട് പറഞ്ഞു, സിസ്റ്റർ, നിങ്ങൾ പോയിട്ട് ആ ആശുപത്രി മുക്കിൽ നിന്ന് ഒരു ചെറിയ പാരച്ചൂട്ടിന്റെ ഓയിൽ വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. ദൈവത്തിന്റെ സ്വത്രം. ഈ പ്രിയപ്പെട്ടവൾ കൊച്ചു പാരച്ചൂട്ടിന്റെ ഓയിൽ വാങ്ങിച്ചുകൊണ്ട് വന്നു. വേദപുസ്തകം ഇങ്ങനെ എഴുതപ്പെട്ടു. യാക്കോബിന്റെ ലേഖനത്തിൽ സ്തോത്രം തിരുവചനം വിളിച്ചു പറയുന്നു, നിങ്ങളിൽ ഒരുവൻ ദീനമായി കിടന്നാൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തവേ, അവർ കർത്താവിന്റെ നാമത്തിൽ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. വിശ്വാസത്തോടു കൂടിയ പറയേണ്ട കൂടെ ദീനക്കാരനെ വിശ്വാസത്തോടും ഞാൻ ഈ പാല് ചുട്ടുമുട്ടിച്ചു. സ്തോത്രത്തിന്റെ കൈ വെച്ച കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. എന്റെ കയ്യിൽ ഒരു അല്പം എണ്ണ ഒഴിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം, ഈ എന്റെ കൈ കൊണ്ട് തന്നെ ഈ പ്രിയപ്പെട്ടവന്റെ ഈ തോൾ ഭാഗത്ത് വരട്ടി. ആമേൻ. അവിടെ കൈവച്ചു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ആമേൻ. അതിനുശേഷം ശുശ്രൂഷക്കായ പ്രിയ സഹോദരി തന്നെ ഭർത്താവുമായിട്ട് പോയിരുന്നു. ഞാൻ ഇവരോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞ, സിസ്റ്റർ, സ്തോത്രം, ഞാൻ ഇന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കും, ആ സമയത്ത് നീയും പ്രാർത്ഥിക്കും. ശ്വസിച്ചോ, നീയും പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഞാൻ ഈ തരുന്ന എണ്ണ ഈ പ്രിയപ്പെട്ടവന്റെ സ്തോത്രം രാവിലെയും വൈകിട്ടും ഞാൻ പറഞ്ഞു കൊടുത്ത സമയത്ത് നിന്റെ ഭർത്താവിന്റെ തോളിൽ ഇടണം. ഇട്ടിട്ട് നിന്റെ കൈ അവിടെ വെച്ച് പ്രാർത്ഥിക്കണം. ഇത് വെള്ളിയാഴ്ച നടക്കുന്നു. വെള്ളി കഴിഞ്ഞു. ശനിയാഴ്ച രാവിലെയും വൈകിട്ടും എണ്ണിട്ടു. ഞായറാഴ്ച കിട്ടു. സ്തോത്രം തിങ്കളാഴ്ച കിട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചൊവ്വാഴ്ച രാവിലെ ഇടാൻ തുടങ്ങിയപ്പോ ഇവിടെ ഇങ്ങനെ സ്തോത്രം എന്തോ ഇങ്ങനെ മുഴച്ചിരിക്കും. സ്തോത്രം. ഈ പ്രിയപ്പെട്ടവൾ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, ആ എണ്ണ ഇട്ടേ പിന്നെ എന്റെ ഭർത്താവിന്റെ കൈയുടെ കിഴി എന്തോ മുഴച്ചു വന്നു, നീര് പൊങ്ങിയാണ്. ഞാൻ പറഞ്ഞു, പൊങ്ങിക്കോട്ടെ. ഏതായാലും നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തന്ന വാരച്ചൂട്ടിന്റെ എണ്ണയല്ലോ ഞാനിട്ടത്, പ്രാർത്ഥിച്ചു തന്നത്, അതല്ലേ ഇട്ടേ. ഞാൻ പലർക്കെ പ്രാർത്ഥിച്ചു അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ പറയും. ഇല്ലെങ്കിൽ പറയുന്നറിയോ, ഈ പാസ്റ്ററിന് യേശുവിനെ പറഞ്ഞത് ബേൽസുബേലിന്റെ ആത്മാവുണ്ടെന്ന് പറഞ്ഞു. എന്റെ കർത്താവ് വീര്യപ്രവർത്തികളെ ചെയ്തപ്പോൾ, എന്റെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്ത് കണ്ടപ്പോൾ അന്നുണ്ടായിരുന്ന പുരോഹിതന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു, എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, ഈവൻ ചെയ്യുന്നത് ബേൽസുബേലിനെ കൊണ്ടാണ്. ഭൂതമെന്ന് മാത്രമല്ല, എന്റെ യേശുവിനെ കളിയാക്കുമായിരുന്നു. ബേൽസുബേൽ എന്ന വാക്കിന്റെ അർത്ഥം ഈച്ചകളുടെ രാജാവ്. ബേൽസുബേൽ എന്ന് പറഞ്ഞാൽ ഈച്ചകളുടെ രാജാവ്. എടാ, ഈച്ചകളുടെ രാജാവിനെ കൊണ്ട് വല്ലതും നടക്കുമോ? ദൈവത്തിന് സ്വത്രം. എന്റെ കർത്താവിനെ കളിയാക്കുമായിരുന്നു. കർത്താവ് ചോദിച്ചു, ഞാൻ ബേൽസുബേലിനെ കൊണ്ട് പുറത്താക്കിയാൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? ഇന്ന് പകൽക്കാലത്ത് ദൈവമക്കൾ ശ്രദ്ധിക്കണമേ. സ്തോത്രം തിങ്കളാഴ്ച വൈകിട്ടിട്ടു, ചൊവ്വാഴ്ച രാവിലെ ഇട്ടു, ചൊവ്വാഴ്ച വൈകിട്ടിട്ടു, നീര് കുറച്ചുകൂടെ പൊങ്ങി. സ്തോത്രം. ബുധനാഴ്ച രാവിലെ ഇവൾ സ്തോത്രം എണ്ണ ഇടാനായിട്ട് കൈക്ക് ഇങ്ങോട്ട് പിടിച്ചു, എണ്ണ അങ്ങോട്ട് പുരട്ടുകയും ഇവിടെ നിന്ന്, നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ മുഴച്ചു നിന്നെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇതിലെ ആ സ്റ്റീൽ റാഡ് നിലത്ത് ചാടി. ദൈവത്തിന് നിങ്ങൾ വിചാരിച്ചേ, നട്ടിട്ട് ഈ ബോൾട്ട്, ഈ സ്റ്റീൽ റാഡ് നട്ടിട്ട് മുറുക്കി ഇച്ചിരി വെച്ചിരിക്കുന്ന സാധനം ഇന്ന് സ്തോത്രം പകൽക്കാലം ദൈവമക്കളെ ഈ എണ്ണ പുരട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? പുറത്തു ചാടി. അടുത്ത വെള്ളിയാഴ്ച, സ്തോത്രം, മനസ്സിലായോ? അടുത്ത വെള്ളിയാഴ്ച ഈ മനുഷ്യൻ
ആമേൻ സ്തോത്രം. ഈ റാഡും എടുത്തുകൊണ്ട് ആമേൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇങ്ങനെ കെട്ടിക്കൊണ്ട് വന്നവൻ ഈ റാഡും എടുത്തുകൊണ്ട് ആ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. യേശു ജീവിക്കുന്ന ദൈവത്തിന് സ്തോത്രം. യേശു ദൈവം, യേശു ജീവിക്കുന്ന ദൈവം. അവന്റെ അത്ഭുത പ്രവർത്തികൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കാൻ എത്ര ദൈവമക്കൾ? വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം ദൈവമക്കളെ, നിങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശക്തിയുടെ പ്രദർശന ശാലകളായി മാറണം. വെറും ഒരു വ്യക്തിയായിട്ടല്ല, ശക്തിയുടെ പ്രദർശനശാലയായി പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവോട് ദേശത്ത് ദൈവത്തെ ഉയർത്തുവാൻ ഈ പട്ടണത്തിൽ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ആമേൻ. തിരിച്ചറിഞ്ഞവരെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, തിരിച്ചറിഞ്ഞ കർത്താവിനെ മഹത്വപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നിങ്ങൾ അവൻ ക്രിസ്തുവിൽ ആത്മാവിനാൽ പണിയപ്പെടണം. നാം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനാൽ പണിയപ്പെടണം. എത്ര പേർക്ക് മനസ്സിലുണ്ട്? അവൻ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരിക്കൽ പ്രവാചകനാകുന്ന ഏലീശയുടെ ശിഷ്യന്മാർ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അല്ലയോ എന്റെ പ്രവാചക, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഭയങ്കര ഇടുക്കമാണ്. ഇപ്പൊ പിള്ളേർക്കെല്ലാം കൂടെ കടന്നുറങ്ങാൻ വയ്യ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്തോ വേണമോ നിങ്ങളെ ആമേൻ സ്തോത്രം. അവിടെ നിന്ന് അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ യോർദാനിൽ ചെന്ന് അവൻ മരം കെട്ടിക്കൊണ്ടുവന്ന് ഒരു വിശാലത വരുത്താം. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. വിശാലതയ്ക്ക് ദൈവവും തടസ്സമല്ല, പ്രവാചകനും തടസ്സമല്ല. ആരും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ പാസ് വിശാലതയ്ക്ക് തടസ്സമല്ല. പറഞ്ഞ മനസ്സിലായോ? അദ്ദേഹത്തെ പോലെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ കണ്ടു കിട്ടിയ ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവവും അതിനെന്തല്ല, തടസ്സമല്ല. സ്തോത്രം. അവരെല്ലാവരും കൂടെ മരം വെട്ടാൻ പോയി. സ്തോത്രം. പോകുന്ന കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു, പ്രവാചക നീയൂടെ വരണം. സ്തോത്രം. പ്രവാചകനും എന്തോന്റെ കൂടെ പോയി, മരം വെട്ടുന്നതിന്റെ ശിഷ്യന്മാരുടെ കൂടെ പോയി. സ്തോത്രം. ഒരുത്തൻ അങ്ങോട്ട് ചെന്ന് അവൻ കോടാലി എടുത്ത് ഒരൊറ്റ വെട്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. ആമേൻ. കോടാലി ഊരി വെള്ളത്തിൽ. സ്തോത്രം, സ്തോത്രം. എന്റെ ഭാഷയെ പറഞ്ഞ വെട്ടാനും പഠിക്കണം. എന്റെ കുഞ്ഞ് വെട്ടാൻ അറിയാത്തവൻ വെട്ടാ കയറരുത്. നമ്മളിപ്പോ പറഞ്ഞു ഇങ്ങോട്ട് കാട്ട്, ഞാനൊന്ന് കാണിച്ചു തരാം. പക്ഷെ നീ കാണിക്കാൻ തുടങ്ങി ഇതുപോലെ കൊടുക്കും, ഓടാൻ ഊരിപ്പോ. അതുകൊണ്ടാ പലപ്പോഴും ദൈവദാസന്മാര് നിന്റെ മക്കൾ വെട്ടാൻ തരാതെ. ഇനി അടുത്തൊരു വെളുപ്പങ്ങളുണ്ട്, അതുകൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതും ആമേൻ സ്തോത്രം. യോർദാനിൽ പോയാൽ ഇപ്പോഴുള്ള ദൈവദാസന്മാർക്ക് പൊക്കാനും വയ്യ. വെട്ടാനും തരത്തില്ല, പൊക്കാനും വയ്യ. നല്ല ആമേൻ പറഞ്ഞു. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ചുമത് ശ്രദ്ധിച്ചോണെ, എന്നാണ് സംഭവിച്ചത്? പ്രവാചകന്റെ അടുക്കലോടെ അയ്യോ പ്രവാചക, കോടാലി വെള്ളത്തിൽ പോയി. ദൈവത്തിന് സ്തോത്ര, സ്തോത്ര. എന്നിട്ട് അവൻ പറയുകയാണ്, ഇത് ഞാൻ എന്തോടുത്തതാ, വായ്പ വാങ്ങിച്ചതാ. സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല. സ്തോത്ര. എല്ലാം തിരിമറിയ അല്ലാതെ വേറെ ഒന്നുമില്ല. അവിടുത്തെ വാങ്ങിച്ച് ഇങ്ങോട്ട് കൊടുക്കും, ഇവിടുത്തെ വാങ്ങിച്ച് അങ്ങോട്ട് കൊടുക്കും. എങ്ങനായാലും 2015 തുടങ്ങാൻ പോവാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. കോടാലി വെള്ളത്തിൽ പോയി. നിങ്ങളൊരു കാര്യം ആത്മീയമായി ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ. ലോകമുണ്ടായ കാലം മുതൽ, സ്തോത്രം, ഇന്നു മുതലല്ല, യോർദാൻ നദി എന്നുദ്ഭവിച്ചെന്ന് എങ്ങും എഴുതിയിട്ടില്ല, ഒരു ചരിത്രകാരനും പറഞ്ഞിട്ടില്ല. ലോകമുണ്ടായ കാലം മുതൽ ഈ നദിയുണ്ട്, അല്ലേ? അന്ന് മുതൽ അടിഞ്ഞുകൂടി കിടക്കുന്ന എക്കൽ മണ്ണിനകത്തോട്ട ഈ ഭാരമുള്ള കോടാലി നടന്നുപോയി.
Praise the Lord. എത്ര ദൈവമക്കളുടെ പേര്. Hallelujah. ചില പണ്ഡിതന്മാര് പറയുന്നു 10 മീറ്റർ ആഴമുണ്ടെന്നാ പറയുന്നത്. അവൻ അങ്ങനെയാണ് ഒരു 4 മീറ്ററെങ്കിലും അവൻ എന്തോ കാണണം, ചെളി കാണണം. നിങ്ങളൊരു 4 മീറ്റർ ഒന്ന് കൂട്ടി നോക്കി, ഈ 4 മീറ്റർ ചെളിക്കകത്തോട്ടാണ് ഈ കോടാലി പോയത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രവാചകൻ ചോദിച്ചു എവിടെ പോയി? പ്രൈസ് ദി ലോർഡ്. അവൻ സ്ഥലം കാണിച്ചു കൊടുത്തു. പ്രവാചകൻ പറഞ്ഞ കമ്പുകളിൽ ഒന്നൊടിക്ക്. ദൈവത്തിന് സ്തോത്രം. അവൻ ഒരു കമ്പ് വെട്ടി തന്റെ കരങ്ങളിൽ കൊടുത്തു. സ്തോത്രം. ഇന്ന് പകൽക്കാലം വെറുതെ ഇരിക്കരുത്. അവൻ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല നിന്നെ വിളിച്ചത്. നിന്നെ നഷ്ടപ്പെട്ടു പോയതിനെ, നിന്നെ നഷ്ടപ്പെട്ടു പോയതിനെ ഉറച്ചു വിശ്വസിക്കാൻ കഴിയും. അവൻ നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ പ്രിയപ്പെട്ടവരെ, അവൻ ഇതാ വടിയാണെന്ന് വെച്ചോളുക. ഈ വടി ആമീൻ സ്തോത്രം, ഈ കമ്പ് വെള്ളത്തിലോട്ട് എറിഞ്ഞാൽ സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് ഒഴുക്കൊണ്ട് ഈ കമ്പ് എന്ത് കൊടുക്കും. പക്ഷെ നീ എറിഞ്ഞ അവൻ പ്രവാചകൻ എറിഞ്ഞ കമ്പ് ഒഴുകിയില്ല. സ്തോത്രം. നിന്റെ പ്രാർത്ഥന വെറും ഒഴുകുന്ന പ്രാർത്ഥനയല്ല. എത്ര പേർക്ക് പിടികിട്ടി? നിന്റെ പ്രാർത്ഥന വെറും ഒഴുകുന്ന പ്രാർത്ഥനയല്ല. ദൈവത്തിന് സ്തോത്രം. സൗഖ്യമാകുവാൻ അവന് വിശ്വാസം ഉണ്ടെന്ന് അവൻ സ്തോത്രം പൗലോസ് കണ്ടു. മനസ്സിലാക്കി. നിന്റെ പ്രാർത്ഥന വെറും, നിന്റെ വിശ്വാസം വെറും ഒഴുകുന്ന വിശ്വാസമല്ല. നിന്റെ പ്രാർത്ഥന ഒഴുകി പോകുന്ന പ്രാർത്ഥന അത്ഭുതങ്ങളെ ചെയ്യുന്ന സംഭവിച്ചത്. ഈ കമ്പ് ആ വെള്ളത്തിൽ തട്ടച്ചപ്പോൾ, വെള്ളത്തിൽ തട്ടിയപ്പോൾ അവൻ ഒന്ന് പൊങ്ങാൻ തുടങ്ങി. എത്ര പേര് വിശ്വസിച്ചു? ആഴത്തിൽ ആണ്ടുകൾക്ക് മുമ്പ് ചള്ള പിടിച്ച് കിടക്കുന്ന ആഴത്തിൽ ആണ്ടുപോയ ഇരുമ്പു സാധനം ആളുകൾക്ക് മുമ്പ് നിന്നെ നഷ്ടപ്പെട്ടു പോയത്, തകർന്നു പോയത്, പോയത് മടങ്ങി വരത്തില്ലെന്ന് ചിന്തിച്ചു വിശ്വസിക്കുന്നു. സംഭവിച്ചത് അനക്കം പിടിച്ചു ചെളിക്കകത്ത്. വിശ്വസിച്ചോ? ആത്മ കണ്ണുകൊണ്ട് കാണാൻ പിശാച് തകർത്തതൊക്കെ മടക്കി തരാൻ, പിശാച് മുടിച്ചതൊക്കെ തിരിച്ചു തരാൻ പോകുന്നു. എന്റെ അപ്പന്റെ കൈ, എന്റെ അപ്പന്റെ ശക്തി ഇതുവരെ തീർന്നു പോയിട്ടില്ല. കുറുതായി പോയിട്ടില്ല. നിങ്ങൾക്കറിയാമോ? ഇരുമ്പ് പൊങ്ങാൻ തുടങ്ങി. ഇരുമ്പ് പൊങ്ങാൻ തുടങ്ങി. ആത്മമണ്ഡലത്തിൽ എത്ര ദൈവമക്കളാണ്? വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ എന്താ സംഭവിച്ചത്? എത്ര ആണ്ട് പോയതിനെയും, എത്ര തകർന്നു പോയതിനെയും, എത്ര ഇല്ലായ്മയായതിനെയും മടക്കി തരുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. എത്ര പേര് വിശ്വസിച്ചു? പറഞ്ഞു കൈ നീട്ടുക. പ്രവാചകൻ പറഞ്ഞു കൈ നീട്ടി എടുക്കുക. നഷ്ടപ്പെട്ടു പോയെന്നും പറഞ്ഞു കൈ നീട്ടുക.
ഭോജനശാലകളായി നിങ്ങൾ മാറട്ടെ. കരഞ്ഞുകൊണ്ട് കിടക്കുന്നവരല്ല. മോശയോട് പറഞ്ഞു, മോശ നീ കരഞ്ഞുകൊണ്ട് കിടക്കാനല്ല ഞാൻ നിന്നെ നീ കരഞ്ഞുകൊണ്ട് കിടക്കാനല്ല ഈ ജനത്തെ കൊണ്ടുവന്നത്. നീ ചുമ്മാ ഇവരെ കമടി വിളിക്കാനല്ല. എഴുന്നേക്കാൻ വേണ്ടി. നിന്റെ കയ്യിലിരിക്കുന്ന വാടി ഒന്ന് കയ്യിലിട്. ആ വാടി ഒന്ന് കയ്യിലിട്.
Hallelujah. അവർ വിശ്വസിക്കുന്നു. Amen. അവർ വിശ്വസിക്കുന്നു. Hallelujah. Hallelujah. എല്ലാവരും പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ പ്രാർത്ഥിക്കും. Amen. Amen. അഭിഷേകത്തിന്റെ Hallelujah. Hallelujah.